മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇന്ന് തുടങ്ങുകയാണ്. നിർമ്മാണത്തിനായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഇന്നലെ രാത്രി തന്നെ സർക്കാർ ഏറ്റെടുത്തു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ കരാർ കൈമാറിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുന്നത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഈ പുനരധിവാസ പ്രക്രിയയിലെ ഒരു നിർണായക ദിവസം. എൽസ്റ്റൺ എസ്റ്റേറ്റ് രാത്രി തന്നെ ഏറ്റെടുത്തു. അത് നിയമപരമായ കുറേ നൂലാമാലകളൊക്കെ ഉണ്ടായിരുന്നു, കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായതാണ്. എന്താണ് മറ്റു വിവരങ്ങൾ സുർജിത്ത് വയനാട്ടിൽ നിന്ന് നൽകാനുള്ളത്? വെരി ഗുഡ് മോർണിംഗ് വിജയകുമാർ. ഞാൻ നിൽക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നമുക്കറിയാം ഇന്നലെ രാത്രിയാണ് ഈ ഒരു നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. പുനരധിവാസത്തിനായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് DDMA ആക്ട് അനുസരിച്ച് ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. 64 ഹെക്ടർ ഭൂമിയാണ് ഈ വൈത്തിരി താലൂക്കിൽ ഉൾപ്പെട്ട കൽപ്പറ്റ വില്ലേജിലെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഈ വിവിധ സർവേ നമ്പറുകളിലുള്ള ഈ ഭൂമി ദുരന്ത നിവാരണ ഉത്തരവ് പ്രകാരം, അതിലെ 2005 സെക്ഷൻ 34G പ്രകാരം സർക്കാർ ഏറ്റെടുത്ത് ഉത്തരവായിരിക്കുന്നത്. അങ്ങനെയാണ് ഈ നടപടി പൂർത്തിയായിരിക്കുന്നത്. ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. ഇന്നൊരു പക്ഷേ കാട് വെട്ടിത്തെളിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഈ കരാർ ലഭിച്ചിരിക്കുന്നതിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ്. അവർ മുന്നോട്ട് പോകും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. വിഷുവിന് ശേഷമാകും മറ്റ് നിർമ്മാണ പ്രവൃത്തികളിലേക്ക് കടക്കുക. 8 മാസം കൊണ്ട് ഈ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമമാണ് കരാർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇവിടെ 402 പേരാണ് സമ്മതപത്രം ഇതിനകം തന്നെ നൽകിയിരിക്കുന്നത്. ഇവിടെ 430ഓളം വീടുകൾ നിർമ്മിക്കാനുള്ള നീക്കമാണ് ഉണ്ടാകുന്നത്. 8 സെന്റ് ഭൂമിയിൽ ആണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുകളാണ് നിർമ്മിക്കുന്നത്. ബൈപ്പാസിന്റെ തൊട്ട് അടുത്ത് ആണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ടൗണിൽ തന്നെ എല്ലാവിധ അനുബന്ധ സൗകര്യങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ദുരന്തബാധിതരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. 289 പേരാണ് വീടിനായി സമ്മതപത്രം നൽകിയിരിക്കുന്നത്. അതിൽ 109 പേർ ഈ ധനസഹായത്തിനുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ധനസഹായം ഏറ്റുവാങ്ങുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് നിർവഹിച്ചിരിക്കുന്നത്. സമാന്തരമായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലും ഇത്തരത്തിൽ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കഴിഞ്ഞ ദിവസം തറക്കല്ലിട്ടിരുന്നു. എന്തായാലും ആ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം ഉണ്ടാകുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. ഒരുപക്ഷെ ഇന്നലെ രാത്രി തന്നെ ഈ നടപടികൾ ഉണ്ടായി. അതായത് രാത്രി തന്നെ കളക്ടർ DR മേഘശ്രീയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തി. അതിൽ ADM ഉൾപ്പെടെയുള്ളവർ, ADM ദേവകി, അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർ വരെയുള്ള അജീഷ് വരെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവർ രാത്രി തന്നെ ഇവിടെ എത്തി നോട്ടീസ് പതിപ്പിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ട്രഷറി തുറന്ന് 17 കോടി രൂപ അധിക തുക കൂടി കെട്ടിവെക്കണമെന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. നേരത്തെ 26 കോടി രൂപ കെട്ടിവെച്ചിരുന്നു. അതുകൂടാതെ 17 കോടി രൂപ കെട്ടിവെക്കണമെന്നുള്ള നിർദ്ദേശം പാലിച്ചു. ട്രഷറി തുറന്ന് തുക പിൻവലിച്ചു. അതിനുശേഷം അത് കോടതിയിൽ കെട്ടിവെച്ചു. ഉടൻ തന്നെയുള്ള നടപടി, വളരെ വേഗത്തിലായിരുന്നു പിന്നീടുള്ള നടപടി. വേഗത്തിൽ ഇവിടെ ഉദ്യോഗസ്ഥരെത്തി ആ നോട്ടീസ് പതിപ്പിക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഇനി നിർമ്മാണ പ്രവൃത്തികളിലേക്ക് കടക്കും. കാരണം ഇനി വൈകാൻ വ്യവഹാര നടപടികളുമായി ഇനി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് DDMA ആക്ട് പ്രകാരം ഭൂമി നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയം സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി വന്നിരിക്കുന്നത്. ബൈപ്പാസിനോട് ചേർന്ന കണ്ണായ എസ്റ്റേറ്റ് തന്നെയാണിത്. അവിടെയാണ് ഈ ദുരന്തബാധിതർക്കുള്ള പുനരധിവാസ നടപടികൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ചില തൊഴിലാളികൾക്ക് നൽകേണ്ട ചില ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമുണ്ടായിട്ടില്ല. അവർക്ക് ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ആ ലഭ്യമാകുന്ന നടപടികൾ അത് ഏത് ഘട്ടത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അവരെ കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യം തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നേരത്തെ ലേബർ കമ്മീഷണറുമായി ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് കടക്കും എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ടായിരുന്നു. എന്തായാലും ദുരന്തബാധിതരെ സംബന്ധിച്ച് ആശ്വാസം. ഇനി പുനരധിവാസ നടപടികളുടെ ഭാഗമായുള്ള വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ വേഗത്തിൽ തന്നെ കടക്കുന്നു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ആ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. വിജയകുമാർ, ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്തിന്റെ വിവരങ്ങൾ നൽകിയത്.